കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും പിണറായി വധം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും പിണറായി വിജയനും എം.വി. ഗോവിന്ദനും അടക്കം രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയൻ സ്തുതിപാഠകരുടെ പിടിയിലായിരുന്നു. വ്യക്തിപൂജ ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. കോടിയേരി ബാലകൃഷ്ണൻ നല്ല അടിപൊളിയായി ഭംഗിയായി നയിച്ച പാർട്ടിയെ എം.വി. ഗോവിന്ദൻ അപ്പാടെ ഇല്ലാതാക്കിയെന്നും നേതാക്കൾ തുറന്നടിച്ചു. മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മനോജ് പറയും. CPM സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ഇത്തരം വിമർശനം ഉയർന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്തുതിപാഠകരുടെ പിടിയിലായിപ്പോയി എന്നും അതോടൊപ്പം തന്നെ വ്യക്തിപൂജയ്ക്ക് സമാനമായ തിരുവാതിര പോലും ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു നേതാവിന് മാത്രമാണ് ഇഷ്ടമുള്ളതെന്നും ബാക്കി നേതാക്കൾക്കെല്ലാം തീണ്ടലാണെന്നുമാണ് വിമർശനം. അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഭംഗിയായി നയിച്ച ഈ പാർട്ടിയെ എം.വി. ഗോവിന്ദൻ ഇല്ലാതാക്കിയെന്നും വിമർശനമുണ്ട്. അതായത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയനും അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് നയിച്ചിരുന്ന CPM-നെയാണ് എം.വി. ഗോവിന്ദൻ വന്ന ശേഷം ഇത്രയധികം ഒരു തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉയരുന്നത്. അതായത് എല്ലാ ജില്ലകളിലും എത്തുമ്പോൾ, അതായത് ഓരോ സമയത്തും പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകർക്കൊപ്പമല്ല ചില നേതാക്കളോടൊപ്പം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഏകാധിപതികളെ പോലെ പ്രവർത്തിക്കുന്ന ചില നേതാക്കളുണ്ടെന്നും വിമർശനമുണ്ട്. നമുക്കറിയാം, മുൻപ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്നു. അതായത് ചില നേതാക്കളുടെ വിഭാഗീയതയും അതോടൊപ്പം തന്നെ കമ്മിറ്റി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടി സെക്രട്ടറി എത്തുന്നു, അതോടൊപ്പം മുഖ്യമന്ത്രി ജില്ലയിലേക്ക് എത്തുന്നു. അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതിനെ തുടർന്ന് ഇത്തരത്തിലൊരു അവലോകന യോഗത്തിൽ പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം.വി. ഗോവിന്ദനെതിരെ കടുത്ത വിമർശനം ഉയർന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.